മുഅവ്വിദതൈനി എന്ന് അറിയപ്പെടുന്ന രണ്ട് സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുകയും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുകയും ചെയ്യുന്ന രണ്ട് സൂറത്തുകളാണ് എന്ന് നമുക്കറിയാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തുകൾ സംബന്ധമായി ധാരാളമായി പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അഭയം തേടാൻ, കാവൽ തേടാൻ ഉപയോഗിച്ചിരുന്ന വളരെ സുപ്രധാനമായ രണ്ട് സൂറത്തുകൾ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തിരുന്ന രണ്ട് സൂറത്തുകളായിരുന്നു ഇത്. സ്വഹീഹായ ഹദീസുകളിൽ കാണാം, എല്ലാ നിസ്കാരത്തിന്റെ പിറകെയും മുഅവ്വിദതാനി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു യാത്രാമധ്യേ കഠിനതരമായ ഇരുട്ടും കാറ്റും വന്ന പ്രയാസകരമായ സന്ദർഭത്തിൽ കൂടെയുണ്ടായിരുന്ന സ്വഹാബിയോട് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതി കാവൽ തേടാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തുകൾ ഓതുകയും അതോടൊപ്പം കൂടെയുണ്ടായിരുന്ന സ്വഹാബിയോട് ഇത് ഓതാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിനോട് കാവൽ തേടാൻ ഈ രണ്ട് സൂറത്തുകളെക്കാളും പര്യാപ്തമായ മറ്റു സൂറത്തുകളില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ലാ യസ്തഗ്നി അൻഹുമാ അഹദുൻ ഖത്തു, ഒരാൾക്കും ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത, ഒഴിച്ചുകൂടാൻ കഴിയാത്ത രണ്ട് സൂറത്തുകളാണ്. വഅന്ന ലഹുമാ തഅ്സീറൻ ഖാസ്സൻ, ഈ രണ്ട് സൂറത്തുകൾക്കും പ്രത്യേകമായ സ്വാധീനമുണ്ട്. ഫീ ദഫ്ഇ സിഹ്രി, സിഹ്റിനെ, ആഭിചാരത്തെ, മാരണത്തെ അകറ്റുന്നതിൽ. വൽ ഐനി, ഐനിനെ, കണ്ണേറ്, ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്ന ഐനിനെ അകറ്റുന്നതിൽ. വസഇരി ശുറൂർ, മറ്റു ശർറുകളെ. വഅന്ന ഹാജത്തൽ അബ്ദി ഇലൽ ഇസ്തിആദതി ബിഹാതൈനി സൂറത്തൈൻ, ഈ രണ്ട് സൂറത്തുകളുടെയും പാരായണത്തിലൂടെ കാവൽ തേടുക എന്ന ആ ആവശ്യമുണ്ടല്ലോ, അത് അഅ്ലമു മിൻ ഹാജതിഹി ഇലൻ നഫസി വത്ത്വആമി വശറാബി വല്ലിബാസ്, ശ്വാസോച്ഛ്വാസം ചെയ്യുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വസ്ത്രം ധരിക്കുക എന്ന വളരെ പ്രധാനമായ അവന്റെ ആവശ്യങ്ങളെക്കാൾ ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഈ രണ്ട് സൂറത്തുകളെ കൊണ്ടുള്ള കാവൽ തേട്ടം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ആളുകൾ വളരെ ഭീതിയോടെ കാണുകയും മാത്രമല്ല, യഥാർത്ഥത്തിൽ മനുഷ്യന് വളരെ വിനാശകരമായ, അപകടകരങ്ങളായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ദുർപ്രവർത്തനമാണ്, വലിയ പാപമായി, വൻകുറ്റങ്ങളിൽ ഒന്നായി ദീൻ പഠിപ്പിച്ച പാപമാണ് സിഹ്ർ. സിഹ്ർ, കണ്ണേറ് തുടങ്ങിയവ മൂലം ഭയപ്പെടുന്നവർ പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും 3 തവണ വീതം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ സൂറത്തുകൾ പതിവാക്കുന്നത് അവരുടെ സമാധാനത്തിന് കാരണമായി തീരും.